ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 2 പച്ചമുളക്. നമുക്ക് ഇത് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ക്യാരറ്റ്. നമുക്കിനി ഗ്യാസ് കത്തിച്ച് അതിനകത്തോട്ട് ഇടാം. ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടു ചൂടായിരുന്നു. നമുക്ക് ശകലം കടു ഇട്ട് നോക്കാം, എണ്ണ ചൂടായെന്നറിയാൻ. അത് കരിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കും. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇതിങ്ങനെയില്ല, വെള്ളത്തിൽ നിന്നാണ്, ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് വെന്ത് വരണത്. അപ്പോൾ നമുക്കിതിന് അടച്ച് വെച്ച് യോജിപ്പിക്കാം. നമുക്ക് വിഴുക്കുവരട്ടിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് മുളക് പൊടി പച്ചയെല്ലാം മാറി നമുക്ക് മാറ്റാം. മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഹെൽത്തിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായ മെഴുക്കുവരട്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ടുണ്ട്, നമുക്ക് ഉരുളക്കിഴങ്ങുണ്ട്, സവാളയുണ്ട്. നമ്മളെല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരെണ്ണമാണ് വീട്ടിൽ ശകലം സാധനം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ചോറിനോടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി പെട്ടെന്ന് ഉണ്ടാക്കാം. ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്, ഉപ്പ് ആവശ്യത്തിന്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരു മെഴുക്കുവരട്ടിയാണ്. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ.